ഓം നമോ നാരായണായ. നാരായണീയം ദശകം 4. അഷ്ടാംഗയോഗവും തൽസിദ്ധിപ്രകാരവും. ശ്ലോകം 1. കല്യതാം തവ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഹേ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങയെ ഉപാസിക്കുന്നതിന് എത്രമാത്രം ആരോഗ്യമാണോ വേണ്ടത്, അത്രയും ആരോഗ്യം എനിക്ക് സിദ്ധിക്കുവാൻ കനിയണം. എനിക്ക് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്താൽ പൂർണ്ണമായ അഷ്ടാംഗയോഗ വിധി അനുസരിച്ചുള്ള ഉപാസന ചെയ്ത് ഞാൻ അങ്ങയെ പ്രസാദം കൈവരിക്കുമാറാകാൻ തീർച്ചയായും ശ്രമിക്കും. ഈശ്വരനെ ശരിയായി കൃത്യമായി ഉപാസിക്കുന്നതിന് ആരോഗ്യം കൂടിയേ തീരൂ. അതാണ് എനിക്കിപ്പോൾ ഇല്ലാത്തത്. അതിനുള്ള ആരോഗ്യം എനിക്ക് അങ്ങ് പ്രദാനം ചെയ്താൽ ഞാൻ സന്തോഷത്തോടെ വിധിയാവണ്ണം യമ നിയമാദി അഷ്ടാംഗയോഗ പാലനം ചെയ്ത് യോഗിയായി ഭാഗവത ധർമാനുസാരം കഴിയുന്നതിന് തയ്യാറാണ്. ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിന് ഭഗവത് കടാക്ഷം കൂടിയേ തീരൂ. ആ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിപ്പോഴില്ല. ആയതിനാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ആ അനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള കെൽപ്പ് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 2. ബ്രഹ്മചര്യ ദൃഢദാദിഭിര്യമൈർ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ഹേ കൃഷ്ണ ഗുരുവായൂരപ്പ, ഉറച്ച ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടും യമ നിയമാദികളെ പാലിച്ചുകൊണ്ടും പരിശുദ്ധനായി ഞാൻ പത്മാസനം, സുഖാസനം മുതലായവയിൽ ഒന്നിൽ ഇരുന്നു കൊണ്ടും അങ്ങയെ ധ്യാനിച്ചുകൊള്ളാം. ഓം നമോ നാരായണായ.